ഇതാ പെര. ആ ഇതാണ് പെര. ഇതെന്റെ മോയത് കണ്ണട വെച്ചാ ഇത് നല്ല രസമുണ്ട്, ഭയങ്കര രസമാണ്. ഇത് എന്റെ എത്രാമത്തെ കല്യാണം? അത് 9, 10. ഇത് 10ാമത്തെ 9. എന്റെ ഈ മോയന്ത് സ്വഭാവം കാരണമാണ് ഒന്നും നടക്കാത്തത്. ഇതെന്തായാലും ഇതെങ്കിലും ഒന്നും നടക്കും. ഞാൻ പറഞ്ഞ അത്രയും സെറ്റാക്കിയുള്ളതാണ്. 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് ഇടപാട് എറിഞ്ഞു നിൽക്കുന്നതും പിന്നെ ഒന്ന് കല്യാണം കഴിക്കാനുള്ളൂ. എനിക്ക് പറ്റിയെന്ന് കാണിച്ചു പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാം. പിന്നെ എന്റെ ആക്രാന്തം പിടിച്ച തീറ്റുണ്ടല്ലോ, അതാണ് എൻ്റെ എല്ലായിടത്തും നിർത്തി. എന്നാലും വിശക്കുണ്ട്, ഞാൻ ഒന്നും കഴിച്ചില്ല വരുമ്പോ. ഇതൊന്നും അടങ്ങി കിട്ടാ. അവിടെ പലതും ഉണ്ടാവും, അതൊന്ന് വാരി വിളിച്ച് വാരി തിന്നാൻ നിൽക്കരുത്. അസ്സലാമലൈക്കും. ഇതാണ് ആ പറഞ്ഞ കൂട്ട്. ചെക്കേതാണ്. എന്താ ചെയ്യണേ? കൂലിപ്പണി, നാടൻ പണി. എല്ലാ പണിയുണ്ട്. അപ്പോൾ കുടുംബം നോക്കണ ആളാന്ന് മനസ്സിലായി. ഇതാരാ? ഐസ, ആ കുഞ്ഞോളെ വിളിച്ചാ ചായ ആയിട്ട് വരാൻ പറയും. ഇതല്ല അതാണ് എൻ്റെ ഇടപാട്. ആ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എൻ്റെ എത്രാമത് കല്യാണം? എല്ലായിടത്തും പോയിട്ട് തന്നെ പരിപാടി. ഇങ്ങനെ തന്നെയാണ് പണി, ഒന്നും വിചാരിക്കണ്ട. പെണ്ണിനെ പറ്റിയ ശരിക്കും നോക്ക്. ഏതാ പറ്റിയത്? നടക്കണം, ഇങ്ങനെ തിന്നലല്ല. എന്നാ ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ, എന്നാ കാണാം. വിളിക്കാം. എന്ത് തീറ്റ തിന്നിരുന്നത്? ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്താ ആരെ വിളിക്കുന്നു നോക്കട്ടെ. ആ സർവീസുണ്ടോ? ഹലോ. എല്ലാം സോ ഇജ്ജ് എന്ത് മോയന്തിനായിട്ടാണ് ഈ വന്ന് നിൽക്കണത്? ആ കെട്ടിച്ച് തീർത്തതിനൊക്കെ ഇഷ്ടമായി നല്ല. ആ ഇല്ല, അത് ബേജാറണ്ട. നിങ്ങളെ ഇടപാട് ചെയ്ത് നിൽക്കണ മോളുണ്ടല്ലോ, അത് മതി. ആരെ? മൂത്തോളെ? ആ മൂത്തോളായാലും ഇളയതായാലും ശരി, ഈ മോയന്തിന് കൊടുക്കാൻ അവിടെ പെണ്ണില്ല. ആ ഓ തന്നെ. മേലാൽ ഇജാതി സാധനങ്ങളായിട്ട് എൻ്റെ പടിയിട്ട് കയറരുത്. വെച്ച് പോയി കഴിഞ്ഞ് മര്യാദക്ക്. എൻ്റെ അടുത്തുള്ള ഒക്കെ ഈ സൈസ് വള്ളിക്കെട്ടാളോ. ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. മതി ഇഞ്ചി കൊടുന്നത്. അതിന് ആ ഇടപാട് ഇരുന്നതിനെ വരെ അവർ തരൂലെന്നാ പറഞ്ഞത്. എന്ത് ചെങ്ങായാണ്. ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യും?